ഗായ്സ്, വെൽക്കം ടു ലേൺ വെൽ. എൻ്റെ പേര് ഫസീഹ. സോ നമ്മൾ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നിങ്ങളൊക്കെ SSLC ബാച്ച് ആണല്ലേ. സോ SSLC എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നൊക്കെ പറയും. സോ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും പ്രഷറൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും വളരെ പതുക്കെ മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ SSLC ആണ്, അതിന്റെ സീരിയസ്നെസ്സിൽ തന്നെ എടുക്കുക. വെറുതെ ക്ലാസ്സുകൾ കേട്ട് പോകാതെ അതിനനുസരിച്ച് നോട്ടുകൾ പോയിന്റ് ചെയ്തെടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ PPT നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. സോ അതും കൂടി റെഫർ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. സോ നല്ലോണം മനസ്സിലാക്കാനും നന്നായിട്ട് പഠിക്കാനും ലേൺവെൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നമ്മൾ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൂടുതലും ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എർത്തിന്റെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടെക്സ്റ്റിൽ കൂടുതലായിട്ടും നമ്മൾ പഠിക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് പതുക്കെ പതുക്കെ എല്ലാ ചാപ്റ്ററുകളും മനസ്സിലായിട്ട് പോകാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, പുതിയ തുടക്കമാണ്. എല്ലാവരും പഠിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ഏതാന്ന് നോക്കിയാലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ടെക്സ്റ്റില്. സോ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സീസൺസ് ആൻഡ് ടൈം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. സോ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? സീസൺ, ഒരു സീസൺ എന്ന് ഞാൻ പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ വരിക? എന്താ, വിന്റർ ആണെങ്കിൽ എന്താ അല്ലേ, നല്ല മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ, മലകളിലൊക്കെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ. അത് കഴിഞ്ഞ് വിന്റർ മാറി സ്പ്രിങ് ആവുമ്പോഴോ പുതിയ ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഇത്. ഓട്ടം എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നേ? ഇലയൊക്കെ കൊഴിഞ്ഞ് ഫുൾ ഒരു ബ്രൗൺ ഒരു ഫീൽ വരുന്ന ഒരു ഇതാണ് നമ്മൾക്ക് ഓട്ടം സീസൺ എന്ന് പറയുന്നല്ലേ. സോ സീസൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയിലെ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. സോ ഈ സീസൺസിനെ പറ്റി, ഏതൊക്കെ സീസൺസ് ആണുള്ളത്, എന്തുകൊണ്ടാണ് സീസൺസ്, നമുക്കറിയാലേ ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ആ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ വരും. സോ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ, വെറുതെ സീസൺസ് ഇങ്ങനെ മാറി മാറി വരില്ലല്ലോ. സോ ആ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സീസൺസ് ആണുള്ളത്, ആ സീസൺസിന്റെ ഒക്കെ ഫീച്ചേഴ്സ് എന്താണ്, പിന്നെ ടൈം കാൽക്കുലേഷൻ. ഞാനിപ്പോ പറയാണ്, ഇപ്പൊ ഇവിടെ 4:30 എന്ന് ഞാൻ പറയുമ്പോൾ ആ 4:30 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ലേൺവെൽ നിങ്ങൾക്ക് ഫുൾ A+ തരുന്നുള്ളത് ഉറപ്പാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം, സീസൺസ് ആൻഡ് ടൈം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾക്ക് സീസണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സോ വി എക്സ്പീരിയൻസ് റിക്കറൻസ് ഓഫ് വിന്റർ, സമ്മർ ആൻഡ് റെയിനി സീസൺസ് വൺ ആഫ്റ്റർ ദി അതർ. Such a change on the earth is called seasonal change. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? വിന്റർ കഴിയുമ്പോൾ സമ്മർ കഴിയുമ്പോൾ റെയിനി സീസൺ, പിന്നെ സ്പ്രിങ്, ഓട്ടം, പിന്നെ വിന്റർ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾക്ക് സീസൺസിൽ ചേഞ്ച് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. സോ അതിനെയാണ് നമ്മൾ സീസണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. വി എക്സ്പീരിയൻസ് റെക്കറൻസ് ഓഫ് വിന്റർ, സമ്മർ ആൻഡ് റെയിനി സീസൺസ് വൺ ആഫ്റ്റർ ദി അതർ. സച്ച് എ ചേഞ്ച് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് സീസണൽ ചേഞ്ച്. ആ ഭൂമിയിൽ വരുന്ന ആ ചേഞ്ചസിനെയാണ് നമ്മൾ സീസണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സീസണൽ ചേഞ്ചസ് അങ്ങനെ എക്സാമിന് ചോദിക്കാനൊന്നും സാധ്യതയില്ല. സോ നിങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് സീസണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾക്ക് എന്തുകൊണ്ടാണ് സീസൺസ് ചേഞ്ച് ആവുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ വിന്റർ, സമ്മർ, സ്പ്രിങ്, റെയിനി സീസൺ, ഓട്ടം, അങ്ങനെ സീസൺസ് മാറി മാറി കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന്. സോ ഇങ്ങനെ സീസൺസ് മാറാൻ എന്താണ് കാരണം? ഓക്കെ, അത് നിങ്ങൾക്ക് അറിയണ്ടേ. സോ അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വൈ സീസൺസ് ചേഞ്ച്. സോ സീസണൽ ചേഞ്ചസിന് കാരണമാകുന്ന 3 ഫാക്ടേഴ്സ്, എർത്തിന്റെ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ. വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ. വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണോ നമ്മൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്? അല്ലല്ലോ.
ചില സമയത്ത് സൂര്യപ്രകാശം കൂടുതലാണ്. അപ്പൊ അവിടെ എന്താണ്, എപ്പോഴും സമ്മർ അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. ചില സ്ഥലത്തോ പോളാർ റീജിയൻസിലൊക്കെ സൂര്യപ്രകാശം ലഭിക്കുന്ന അളവ് വളരെ കുറവാണ്. സോ അപ്പൊ അവിടെയൊക്കെ എന്താണ്, എപ്പോഴും മഞ്ഞ് തണുപ്പൊക്കെയാണ് പോളാർ റീജിയൻസിൽ. സോ അതിനെയാണ് നമ്മൾ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഫാക്ടർ ഈസ് എർത്ത് റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ടേം ആണ് എർത്ത് റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, നമുക്കറിയാലേ എർത്ത് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം എർത്ത് സണ്ണിനെ റെവല്യൂട്ട് ചെയ്യുന്നുണ്ട്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ചുറ്റും, ഈ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് സണ്ണിന്റെ ചുറ്റും എർത്ത് ഒരു ഓർബിറ്റൽ ആക്സിസിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സണ്ണിന്റെ ചുറ്റും എർത്ത് അതിന്റെ ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ഫാക്ടർ ഈസ് എർത്ത് റെവല്യൂഷൻ. എർത്ത് റെവല്യൂഷൻ കാരണം എങ്ങനെയാണ് സീസൺസ് ചേഞ്ച് ആയി വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ. ദ സെക്കൻഡ് ഫാക്ടർ ഈസ് എർത്ത് റെവല്യൂഷൻ. ദ തേർഡ് ഫാക്ടർ ഈസ് ടിൽറ്റ് ഓഫ് ആക്സിസ്. ടിൽറ്റ് ഓഫ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എർത്ത് നേരെയല്ല ഇരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളുടെ എർത്ത് ഈ ഇമേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സോ ഇതാണ്. സോ നമ്മൾ നേരെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ എർത്തിന്റെ പൊസിഷൻ വരേണ്ടത്. പക്ഷേ ആ ഇമേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ യെല്ലോ ലൈൻ കാണിക്കുന്നത് എർത്തിന്റെ ടിൽറ്റ് ആണ്. എർത്ത് അതിന്റെ ആക്സിസിൽ ചെറുതായിട്ട് ടിൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ ടിൽറ്റ് കാരണം കൊണ്ടാണ് നമ്മൾക്ക് ഓരോ രാജ്യങ്ങളിൽ പല പല സീസൺസ് മാറി മാറി വരാൻ കാരണം. ക്ലിയർ ആണോ? സോ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും, what are the 3 factors that causes seasonal changes? സീസണൽ ചേഞ്ചസിന് കാരണമാകുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? യെസ്, വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, എർത്ത് റെവല്യൂഷൻ, ടിൽറ്റ് ഓഫ് ആക്സിസ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ വേരിയേഷനോ ഇതൊക്കെ എങ്ങനെയാണ് സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നതെന്ന് നോക്കാം. So the first term that we are going to discuss in this chapter, ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ ടേം ആണ് പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്. പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്. പാരലലിസം എന്ന് പറഞ്ഞാൽ സമാന്തരത. പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്. പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. Earth is tilted at an angle of 66.5 degrees from the orbital plane. If measured from the vertical plane, this would be 23.5 degrees. The Earth maintains this tilt throughout its revolution. This is known as the parallelism of the Earth's axis. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എന്താണ് ഇതാണ് ശരിക്കുള്ള, നേരെയാണ് എർത്തിങ്കി ഉള്ള അതിന്റെ ആക്സിസ് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഞാനിപ്പോ പിങ്ക് കളർ കൊണ്ട്, വയലറ്റ് കളർ കൊണ്ട് മാർക്ക് ചെയ്തതാണ്. എർത്തിന് നേരെയാണ്, ടിൽറ്റ് ഇല്ലായിരുന്നെങ്കിലുള്ള ആക്സിസ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എർത്തിന്റെ ശരിക്കുള്ള ആക്സിസ് ഇങ്ങനെയാണ്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എർത്തിന്റെ ശരിക്കുള്ള ആക്സിസ്. അതായത് എർത്തിന് ഒരു ടിൽറ്റ് ഉണ്ട്. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ ഓർബിറ്റൽ പ്ലെയിൻ. ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കുന്നതാണ് ഓർബിറ്റൽ പ്ലെയിൻ. ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ. ഓർബിറ്റൽ പ്ലെയിനിന് 66.5 ഡിഗ്രി ടിൽറ്റും, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് ഓർബിറ്റൽ പ്ലെയിൻ. സോ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66.5 ഡിഗ്രി ടിൽറ്റും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 23.5 ഡിഗ്രി ടിൽറ്റും നമ്മളുടെ എർത്തിനുണ്ട്. സോ ആ ടിൽറ്റിനെയാണ് നമ്മൾ പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. അതായത് എർത്ത് ആക്സിസ് ഒരു ടിൽറ്റ് ഉണ്ട്. ഈ ടിൽറ്റ് എർത്ത് റെവല്യൂഷന് ഫുൾ റെവല്യൂഷനിലും ഈ ടിൽറ്റ് എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ സൺ ഇവിടെയും എർത്ത് എവിടെയാണെങ്കിലും എർത്ത് ഇങ്ങനെ ചെരിഞ്ഞ് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് റിവോൾവ് ചെയ്ത് ഇവിടെ വരുമ്പോഴും ആ ചെരിവുണ്ട്. അത് കഴിഞ്ഞ് റിവോൾവ് ചെയ്ത് ഇവിടെ വരുമ്പോഴും ചെരിവുണ്ട്. സോ ആ ടിൽറ്റ് എർത്ത് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. സോ
Earth is tilted at an angle of 66.5 degree from the orbital plane and 23.5 degree from the vertical plane. The Earth maintains this tilt throughout its revolution. This is called parallelism of the Earth's axis. Orbital Earth നേരെയല്ല ഇരിക്കുന്നത്. Orbital പ്ലെയിനിൽ നിന്ന് 66.5 ഡിഗ്രി ചെരിഞ്ഞും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിഞ്ഞുമാണ് നമ്മുടെ എർത്ത് ഇരിക്കുന്നത്. എർത്ത് ഈ ചെരിവ് റെവല്യൂഷനിൽ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ ചെരിവ് കാരണം, അതായത് സൺ ഇവിടെ എർത്ത് ഇങ്ങനെ നേരെയായിരുന്നു വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ സണ്ണ് എന്താണ്, എപ്പോഴും ഒരേ പ്ലേസസിന് ഒരേ എമൗണ്ട് ഓഫ് സൺഷൈൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ എർത്തിന് ഈ ടിൽറ്റ് ഉള്ള കാരണം എർത്ത് റിവോൾവ് ചെയ്യുന്നതിനോടൊപ്പം റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. സോ ആ റെവല്യൂഷനും റൊട്ടേഷനും കാരണം പല പല സ്ഥലങ്ങളിൽ പല പല എമൗണ്ട് ഓഫ് സൺഷൈൻ കിട്ടാൻ കാരണമാകും. എന്തുകൊണ്ട്? എർത്തിന്റെ ആക്സിസിന് ടിൽറ്റ് ഉള്ളതുകൊണ്ട്. സോ പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ നിങ്ങൾ സോഷ്യൽ സയൻസ് തുടങ്ങുന്നുള്ളൂ, ഫ്രഷ് മൈൻഡ് ആയിട്ടാണ് തുടങ്ങുന്നത്. സോ ആദ്യം തന്നെ കുറെ കാര്യങ്ങൾ അബ്സോർബ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് ക്ലിയർ ആയെങ്കിൽ നമ്മൾക്ക് അടുത്തത് എന്താന്ന് നോക്കാം. നമ്മളുടെ എർത്തിന്റെ റെവല്യൂഷനിലുള്ള 4 ഡിഫറെന്റ് പൊസിഷൻസ് ആണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം, ഫിഗർ 1.2 ആണ്. സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ്, എർത്തിന്റെ ടിൽറ്റ് ഉണ്ടോ? ഇതാണ് നമ്മൾ ടിൽറ്റ് എന്ന് പറയുന്നത്. അതായത് നേരെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, പക്ഷെ ടിൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് എന്ന് പറയുന്നത്. സോ എർത്ത് ഇങ്ങനെ ടിൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ എർത്ത് ഇങ്ങനെ ടിൽറ്റ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും എമൗണ്ട് ഓഫ് സൺഷൈന് വേരിയേഷൻ വരുന്ന ഫിഗർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 4 ഡിഫറെന്റ് പൊസിഷൻ ഓഫ് എർത്ത് ഡ്യൂറിംഗ് 1 revolution is given in the figure. The sun rays fall vertically over one hemisphere during one half of the year and on the other hemisphere during the other half. അതായത് ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സോ ഒരു ഹാഫ് ഓഫ് ദ ഇയർ, മാർച്ച് 21 to ജൂൺ 21 വരെ നോക്കുമ്പോൾ ഈ ഹെമിസ്ഫിയറിലാണ് നമ്മൾക്ക് സൺലൈറ്റ് ഇല്ലാത്തത്. പക്ഷെ ഡിസംബർ 22 ആകുമ്പോഴത്തേക്കും അത് മറ്റേ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എർത്തിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. സോ അതിനെയാണ് നമ്മൾ ഇക്വേറ്ററിന്റെ നോർത്തിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിന്റെ സൗത്തിലുള്ളത് സദേൺ ഹെമിസ്ഫിയർ. സോ അതിനെയാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. സോ എർത്തിന്റെ ഒരു റെവല്യൂഷനിലുള്ള 4 പൊസിഷൻസ് ആണ് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയാൽ നമ്മൾക്ക് അറിയാം, ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഇയറിൽ ഒരു ഹെമിസ്ഫിയറിലും ആൻഡ് അനദർ ഹാഫ് ഓഫ് ദ ഇയറിൽ നെക്സ്റ്റ് ഹെമിസ്ഫിയറിലാണ് സൺറൈസ് വെർട്ടിക്കലി ഫോളോ ചെയ്യുന്നത്. അതായത് സൺറൈസ് ഒട്ടും ഫോളോ ചെയ്യുന്നില്ല എന്നല്ല, വെർട്ടിക്കലി, അതായത് സണ്ണിന് നേരെ റേസ് ഫോളോ ചെയ്യുന്നത് ഹാഫ് ഓഫ് ദ ഇയർ ഒരു ഹെമിസ്ഫിയറിലും ഹാഫ് ഓഫ് ദ ഇയർ വേറെ ഹെമിസ്ഫിയറിലും ആണ്. Temperature will be higher over those places where the vertical rays of the sun fall. The temperature will be low at places where the sun rays are slanting. അതായത് ഈ പ്രദേശങ്ങളിൽ സൺറൈസ് നേരെ വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യാണ്. അപ്പൊ എന്താണ്, അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. പക്ഷെ ഈ സ്ഥലങ്ങളിലാണെങ്കിലോ സൺറൈസ് സ്ലാൻഡിങ് ആയിട്ടായിരിക്കും ഫോളോ ചെയ്യുക. സോ അവിടെ എന്താണ്, ടെമ്പറേച്ചർ കുറവാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് കാരണം ഉണ്ടാകുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അതായത് എർത്ത് റെവല്യൂഷനിൽ മുഴുവൻ ആ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, സൺറൈസ് ഹാഫ് ഓഫ് ദ ഇയർ ഒരു ഹെമിസ്ഫിയറിലും ഹാഫ് ഓഫ് ദ ഇയർ മറ്റേ ഹെമിസ്ഫിയറിലും ആയിരിക്കും വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യണം. സോ സ്വാഭാവികമായിട്ടും വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും ആൻഡ് മറ്റേ സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും. കാരണം അവിടെ സൺറൈസ് സ്ലാൻഡിങ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, സോ അതാണ് പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് എന്ന് പറയുന്നത്. അടുത്ത പഠിക്കാൻ പോകുന്ന നമ്മുടെ ടേം ആണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. apparent movement of the sun എന്താന്ന് നമുക്ക് നോക്കാം. Since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as the apparent movement of the sun.
അതായത് ഈ ഫിഗറിൽ ഇപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്താണെന്ന് ഞാൻ പറയാം. സോ ഇതാണ് നമ്മളുടെ ഇക്വേറ്റർ. 23.5 ഡിഗ്രി നോർത്ത് ആണ് നമ്മളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി സൗത്ത് ആണ് നമ്മളുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, സോ എർത്തിന്റെ ഈ പാരലലിസം റെവല്യൂഷനിൽ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം, സോ ഈ ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ സൺറൈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ അതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. Since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as the apparent movement of the sun. അതായത് നമ്മളുടെ എർത്തിന്റെ പാരലലിസം സെയിം ആണ്, റെവല്യൂഷനിൽ മുഴുവൻ സെയിം ടിൽറ്റ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം സണ്ണിന്റെ പൊസിഷൻ എന്ത് ചെയ്യും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. The apparent movement of the sun due to the inclination of axis is the reason for occurrence of seasons. So occurrence of reasons in the season ആണ് എന്ത്, apparent movement of sun. സോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരലലിസം. പാരലലിസം എന്ന് പറഞ്ഞാൽ എന്താ, എർത്തിന്റെ ടിൽറ്റ്. സോ എർത്തിന്റെ ടിൽറ്റ്, ഈ പാരലലിസം എർത്ത് റെവല്യൂഷനിൽ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം സണ്ണിന്റെ പൊസിഷൻ എന്ത് ചെയ്യും, അതായത് സൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എർത്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്. സോ സൺ ഇങ്ങനെ റെവല്യൂഷൻ വരുന്നതിനനുസരിച്ച് ഈ സണ്ണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെയാണെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്തായി, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ അടുത്തായി. അങ്ങനെ തിരിച്ച് ഇവിടെ വരുമ്പോൾ എന്തായി, നടുക്കായി, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നടുക്കായി. അങ്ങനെ ഈ എർത്ത് ഈ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം സണ്ണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ അതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. അപ്പാരന്റ് movement of the sun due to the inclination of the axis is the reason for the occurrence of seasons. ഈ സണ്ണിന്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് സീസൺസ് ഉണ്ടാകുന്നത്. സോ അതായത് എർത്തിന് ഇപ്പൊ ടിൽറ്റ് ഉണ്ടായില്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. സോ അപ്പൊ എന്ത് ചെയ്യും, സൺ ഇങ്ങനെ നേരിയിരിക്കുന്നു, എർത്തും ഇങ്ങനെ നേരിയിരിക്കുന്നു, ദെൻ ഇതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അപ്പൊ എന്താണ്, എപ്പോഴും ആ സെയിം പൊസിഷനിൽ തന്നെയാണ് സൺ ഉണ്ടാവുക. സോ എപ്പോഴും ഒരു സ്ഥലങ്ങൾക്ക് എപ്പോഴും വെർട്ടിക്കൽ ആയിട്ട് സൺറൈസ് കിട്ടും, മറ്റേ സ്ഥലങ്ങൾക്ക് എപ്പോഴും സ്ലാൻഡിങ് ആയിട്ട് സൺറൈസ് കിട്ടും. അപ്പൊ എന്താ, ഒരു സ്ഥലങ്ങളിൽ എപ്പോഴും ചൂട്, മറ്റേ സ്ഥലങ്ങളിൽ എപ്പോഴും തണുപ്പ്, അങ്ങനെയാവും. പക്ഷേ എർത്തിന് ടിൽറ്റ് ഉണ്ട്. ആ ടിൽറ്റ് കാരണം എന്ത് ചെയ്യും, ഈ സ്ഥലങ്ങൾ, ഈ സണ്ണിന്റെ പൊസിഷൻ ഈ സ്ഥലങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾക്ക് സീസൺസ് ഉണ്ടാകുന്നത്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ രണ്ട് ടേംസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു, പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ് ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നെക്സ്റ്റ് സീസൺസ് ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം എന്തൊക്കെ സീസൺസ് ആണ്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം എങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത്, എന്തൊക്കെ സീസൺസ് ആണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ക്ലിയർ ആയെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്, സീസൺസ് ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഓക്കെ, as a result of the apparent movement of the sun between Tropic of Cancer and Tropic of Capricorn, the different seasons, spring, summer, autumn and winter get repeated in a cyclic manner. സോ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് കാരണം ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് കാരണം സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ എന്നിങ്ങനെ സീസൺസ് സൈക്ലിക് ആയിട്ട് മാറി വന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഏതൊക്കെയാണ് നമ്മൾ സീസൺസ്, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ ആൻഡ് വിന്റർ സീസൺ. Seasonal changes are not usually very obvious in the tropical regions because of the incidence of large amount of sunrays throughout the year. Tropical regions എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൺറൈസ്. സോ ഇത് സണ്ണും
ഇത് എർത്തും ആണെങ്കിൽ സൺറൈസ് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന റീജിയൻസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സീസണൽ ചേഞ്ചസ് അത്ര ഒബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, സൺറൈസ് നേരെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവിടെ സീസണൽ ചേഞ്ചസ് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. സോ ട്രോപ്പിക്കൽ റീജിയൻസിൽ സീസണൽ ചേഞ്ചസ് യൂഷ്വലി ഒബ്വിയസ് അല്ല. കാരണം എന്താണ്, ഇൻസിഡൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സൺറൈസ് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, സോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം ഉണ്ടാകുന്ന 4 സീസൺസ് ആണ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഓരോ സീസൺസിനെ പറ്റി, സണ്ണിന്റെ ഓരോ അപ്പാരന്റ് പൊസിഷനനുസരിച്ച് വരുന്ന സീസൺസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഇക്വിനോക്സസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇക്വിനോക്സസ്. സോ ഈ ഫിഗർ ഒന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കുക. സോ ഇതാണ് നമ്മളുടെ എർത്ത്. അതിൽ ഈ നടുക്ക് തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് നമ്മളുടെ ഇക്വേറ്റർ. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ആർട്ടിക് സർക്കിൾ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്, അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്. ഓക്കെ, സോ ഇക്വിനോക്സസ് എന്താണെന്ന് നോക്കാം. Equal amount of sunlight is received in the northern hemisphere as well as in the southern hemisphere when the sun is vertically over the equator. The apparent position of the sun will be over the equator on March 21st and September 23rd. During these 2 days, the length of day and night will be equal in both hemispheres. These days are called equinoxes. അതായത് സണ്ണ് സോ ഇത് സണ്ണാന്ന് വിചാരിക്കും. സണ്ണ് ഇക്വേറ്ററിന് മുകളിൽ, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മുടെ ഇക്വേറ്റർ. സൺ ഇക്വേറ്ററിന് മുകളിൽ വെർട്ടിക്കൽ ആയിട്ട് വരുമ്പോ ഇതാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ദിസ് ഈസ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സോ സണ്ണ് ഇക്വേറ്ററിന്റെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്ററിന്റെ മുകളിൽ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന സമയത്ത് എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈക്വൽ എമൗണ്ട് ഓഫ് സൺഷൈൻ ലഭിക്കും. ഓക്കെ, അതായത് നമ്മളുടെ നടുക്ക് വരാണെങ്കിൽ രണ്ട് സൈഡിലേക്കും ഈക്വൽ എമൗണ്ട് ഓഫ് സൺഷൈൻ ലഭിക്കും. അതാണ് പറയുന്നത് ഇക്വേറ്ററിന്റെ മുകളിൽ when the position of the sun, apparent position of the sun is over the equator, both the hemisphere, the northern hemisphere and the southern hemisphere will receive equal amount of sun rays. The apparent position of the sun will be over the equator on March 21st and September 23rd. So ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. മാർച്ച് 21നും സെപ്റ്റംബർ 23നുമാണ് എന്ത് സംഭവിക്കുന്നത്, ഇക്വേറ്ററിന്റെ നേരെ മുകളിൽ വെർട്ടിക്കൽ ആയിട്ട് സണ്ണിന്റെ പൊസിഷൻ വരുന്നത് മാർച്ച് 21ലും സെപ്റ്റംബർ 23നും ആണ്. So during these 2 days, the length of the day and night will be equal in both hemispheres. അപ്പൊ ഈ 2 ദിവസങ്ങളിൽ മാർച്ച് 21ലും സെപ്റ്റംബർ 23ലും രണ്ട് ഹെമിസ്ഫിയറിലും ഡേയും നൈറ്റും സെയിം എമൗണ്ട് ആയിരിക്കും. ഡേയുടെ അളവും സെയിം ആയിരിക്കും, നൈറ്റിന്റെ അളവും സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. സോ ഇക്വിനോക്സസ് വരുന്ന 2 ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21st ആൻഡ് സെപ്റ്റംബർ 23rd. ഇനി ഇക്വിനോക്സസ് വരാൻ കാരണം എന്താണ്? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണമാണ് വരുന്നത്. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ വഴി സണ്ണിന്റെ പൊസിഷൻ ഇക്വേറ്ററിന്റെ വെർട്ടിക്കലി ഓവർ വരുമ്പോഴാണ് നമ്മൾക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും സെയിം എമൗണ്ട് ഓഫ് സൺഷൈൻ ലഭിക്കുന്നത്. സോ അപ്പോഴാണ് നമ്മൾ ഇക്വിനോക്സസ് അനുഭവപ്പെടുന്നത്. ഇക്വിനോക്സസ് വരുന്ന ദിവസങ്ങളാണ് മാർച്ച് 21st ആൻഡ് സെപ്റ്റംബർ 23rd. സോ ഒന്നുകൂടി റീഡ് ചെയ്യാം. ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഇസ് റിസീവ്ഡ് in the northern hemisphere as well as in the southern hemisphere when the sun is vertically over the equator. The apparent position of the sun will be over the equator on March 21st and September 23rd. During these 2 days, the length of the day and night will be equal in both hemispheres. These days are called equinoxes. Clear ആയോ? സോ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് കാരണമാണ് സീസൺസ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. സോ ഫസ്റ്റ് അപ്പാരന്റ് പൊസിഷൻ ആണ്, അപ്പാരന്റ് മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന ഫസ്റ്റ് അപ്പാരന്റ് പൊസിഷൻ ആണ് ഇക്വേറ്ററിന് മുകളിൽ വരിക. അങ്ങനെ ഇക്വേറ്ററിന്റെ മുകളിൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇക്വിനോക്സസ്. ഇക്വിനോക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വേറ്ററിന്റെ വെർട്ടിക്കലി ഓവർ ആയിട്ട് സൺ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും സെയിം എമൗണ്ട് ഓഫ് സൺഷൈൻ ലഭിക്കും.
അപ്പോൾ എന്താണ്, ഡേയ്സും നൈറ്റും സെയിം എമൗണ്ട് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും. അതിനെയാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. ഇക്വിനോക്സ് സംഭവിക്കുന്ന 2 ഡേയ്സ് ആണ് മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23.